Welcome to Ehela's tuition. ആദ്യത്തെ question, which code is suitable for input-output devices and analog to digital converter? Input-output devices-ലും analog to digital converters-ലും ഏത് കോഡാണ് suitable? Option A Gray code, X3 code, 8421 code, 4-bit BCD code. ഇതിൽ suitable ആയിട്ടുള്ള കോഡ് ഗ്രേ കോഡാണ്. അപ്പം ഗ്രേ കോഡ് എന്താണെന്ന് നമുക്ക് അറിയണം. അപ്പോൾ ഗ്രേ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബിറ്റ് ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ആരും തമ്മിൽ ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഗ്രേ കോഡ് സെയിം തന്നെയാണ്. 1-ൻ്റെയും ഗ്രേ കോഡ് സെയിം തന്നെയാണ്. 2-ന് വരുന്ന സമയത്ത് 0 ഡിഫറൻസ് 0. ആദ്യം 0 അങ്ങനെ തന്നെ എഴുതും. പിന്നെ 0-ലുള്ള ഡിഫറൻസ് 0, 0-ഉം 1-ഉം തമ്മിലുള്ള ഡിഫറൻസ് 1, 1-ഉം 0-ഉം തമ്മിലുള്ള ഡിഫറൻസ് 1. അപ്പോൾ ഇതിൻ്റെ 2-ൻ്റെ ഗ്രേ കോഡ് ഇങ്ങനെ വരാം. പിന്നെ 3-ൻ്റെത് 0 അങ്ങനെ തന്നെ എഴുതും. 0 ഡിഫറൻസ് 0 തന്നെ, 0-1 തമ്മിലുള്ള ഡിഫറൻസ് 1, 1-ഉം 1-ഉം തമ്മിലുള്ള ഡിഫറൻസ് 0. അപ്പോൾ 3-യുടെ ഗ്രേ കോഡ് ഇങ്ങനെയാണ് വരുന്നത്. 4-ൻ്റെത് 0 തന്നെ, 0-1 ഡിഫറൻസ് വരും, 1-ഉം 0-ഉം തമ്മിലുള്ള ഡിഫറൻസ് 1, 0 ഡിഫറൻസ് 0. അപ്പോൾ 4-ൻ്റെ ഗ്രേ കോഡ് ഇങ്ങനെയാണ് വരിക. അങ്ങനെയാണ് നമ്മൾ ഗ്രേ കോഡ് കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ യൂണിവേഴ്സൽ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതിൽ ഏതാണ് യൂണിവേഴ്സൽ ഫ്ലിപ്പ് ഫ്ലോപ്പ്? ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, RS ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഇതിൽ യൂണിവേഴ്സൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ടുള്ളത് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂണിവേഴ്സൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ JK ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്കി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂണിവേഴ്സൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ തൈറിസ്റ്റർ ഹോൾഡിംഗ് കറണ്ട് ഈസ്. തൈറിസ്റ്ററിന്റെ കേസിൽ ഹോൾഡിംഗ് കറണ്ടും ലാച്ചിങ് കറണ്ടും തമ്മിലുള്ള റിലേഷൻ ഈക്വൽ ടു ലാച്ചിങ് കറണ്ട് ആണോ, മോർ ദാൻ ലാച്ചിങ് കറണ്ട് ആണോ, വെരി സ്മോൾ ആണോ, ലെസ് ദാൻ ലാച്ചിങ് കറണ്ട് ആണോ? ലാച്ചിങ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറിസ്റ്റർ ടേൺ ഓൺ ആവാനുള്ള കറണ്ടാണ് ലാച്ചിങ് കറണ്ട്. ഹോൾഡിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ തൈറിസ്റ്ററിന് ടേൺ ഓഫ് ചെയ്യാനുള്ള കറണ്ടാണ്. ആ ഒരു കറണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ തൈറിസ്റ്റർ ടേൺ ഓഫ് ആവും. അതാണ് ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് കൂടുതൽ, അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ ലെസ് ദാൻ ലാച്ചിങ് കറണ്ടാണ്. അപ്പോൾ ഹോൾഡിംഗ് കറണ്ട് ലാച്ചിങ് കറണ്ടിനേക്കാളും കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാച്ചിങ് കറണ്ട് ടേൺ ഓൺ ചെയ്യാനുള്ള കറണ്ടാണ്. അപ്പോൾ അതിനേക്കാളും കുറഞ്ഞാലാണ് ഇത് ഓഫ് ആവുക. അപ്പോൾ ഹോൾഡിംഗ് കറണ്ട് ലെസ് ദാൻ ലാച്ചിങ് കറണ്ട് ആണ്. ഇപ്പോൾ ഇവിടെ നമുക്കിതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇവിടെ ഇതാണ് ലാച്ചിങ് കറണ്ട്. ലാച്ചിങ് കറണ്ടിനേക്കാളും കുറച്ചുകൂടെ ലാച്ചിങ് കറണ്ട് എത്തിക്കഴിഞ്ഞാൽ അത് ടേൺ ഓൺ ആവും. അതിൽ കുറച്ചുകൂടെ താഴ്ത്തി കറണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ അത് ടേൺ ഓഫ് ആവും. അടുത്ത ക്വസ്റ്റ്യൻ, ഹാർട്ട്ലി ഓസിലേറ്റർ യൂസസ് ടാപ്ഡ് കപ്പാസിറ്റർ, ടാപ്ഡ് ഇൻഡക്ടർ, ബോത്ത് A and B, none of this. ഹാർട്ട്ലി ഓസിലേറ്റർ എന്താണ് ഉപയോഗിക്കുന്നത്? ടാപ്ഡ് കപ്പാസിറ്റർ ആണോ, ടാപ്ഡ് ഇൻഡക്ടർ ആണോ, രണ്ടും ഉപയോഗിക്കുന്നുണ്ടോ, അല്ല ഇതിലൊന്നും ഇല്ലേ? അപ്പോൾ നമുക്കറിയാം ഹാർട്ട്ലി ഓസിലേറ്റർ ഉപയോഗിക്കുന്നത് ടാപ്ഡ് ഇൻഡക്ടർ ആണ് ഹാർട്ട്ലി ഓസിലേറ്ററിലുള്ളത്. നമുക്ക് ഹാർട്ട്ലി ഓസിലേറ്ററിൻ്റെ ഫിഗർ നോക്കാം. അപ്പോൾ ഇതാണ് ഹാർട്ട്ലി ഓസിലേറ്റർ. FETൻ്റെ ഹാർട്ട്ലി ഓസിലേറ്റർ ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടോ ടാങ്ക് സർക്യൂട്ടിൽ 2 ഇൻഡക്ടർ ഉപയോഗിക്കുന്നുണ്ട്, ടാപ്ഡ് ഇൻഡക്ടർ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹാർട്ട്ലി ഓസിലേറ്റർ യൂസസ് ടാപ്ഡ് ഇൻഡക്ടർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ആൻ ആംപ്ലിഫയർ ദ കപ്ലിംഗ് മെത്തേഡ് വിച്ച് ഗിവ്സ് ദ ഹയസ്റ്റ് ഗെയിൻ ഈസ്. ഏത് മെത്തേഡാണ് കൂടുതൽ ഹയസ്റ്റ് ഗെയിൻ തരുന്നത്? ഇംപിഡൻസ് കപ്ലിംഗ് ആണോ, ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണോ, കപ്പാസിറ്റൻസ് കപ്ലിംഗ് ആണോ, റെസിസ്റ്റൻസ് കപ്ലിംഗ് ആണോ? അപ്പോൾ ഇതിൽ ആൻസർ ഹയസ്റ്റ് ഗെയിൻ തരുന്ന കപ്ലിംഗ് ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കി കപ്ലിങ്ങിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. RC കപ്ലിംഗ് ഉണ്ട്, ട്രാൻസ്ഫോമർ കപ്ലിംഗ് ഉണ്ട്, ഡയറക്റ്റ് കപ്ലിംഗ് ഉണ്ട്. അപ്പോൾ RC കപ്ലിങ്ങിൽ കപ്പിൾ ചെയ്യുന്നത്, കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആംപ്ലിഫയറിൻ്റെ ഗെയിന് നമുക്ക് പോകണമെങ്കിൽ നമ്മൾ 1-2 ആംപ്ലിഫയറിനെ ഒന്നിച്ച് ജോയിൻ ചെയ്തിട്ട് എടുക്കും. അപ്പോൾ അതിന് നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കപ്ലിംഗ് മെത്തേഡ്സ്. അപ്പോൾ RC കപ്ലിങ്ങിൽ റെസിസ്റ്ററും കപ്പാസിറ്ററും മാത്രമുണ്ട്. ട്രാൻസ്ഫോമറിൽ ഇംപിഡൻസ് മാച്ചിങ് ട്രാൻസ്ഫോമർ, ഡയറക്റ്റ് കപ്ലിംഗ് ഡയറക്റ്റ് അങ്ങ് കണക്ട് ചെയ്യും. അപ്പോൾ പിന്നെ ബ്ലോക്ക് DC ഇവരൊക്കെ ബ്ലോക്ക് DC ചെയ്യും, ഡയറക്റ്റ് കപ്ലിങ്ങിൽ അത് ചെയ്യില്ല. ഫ്രീക്വൻസി റെസ്പോൺസ് ഫ്ലാറ്റഡ് മിഡിൽ ഫ്രീക്വൻസീസ്, നോട്ട് യൂണിഫോം.
higher resonant frequency and low at frequencies, flat at middle frequency and improve in the low frequency response. The impedance matching illa idilum illa പക്ഷേ ട്രാൻസ്ഫോമർ കപ്ലിംഗിൽ ഇംപെഡൻസ് മാച്ചിങ് ഉണ്ട്. DC ആംപ്ലിഫിക്കേഷൻ ഡയറക്റ്റ് കപ്ലിംഗിലുണ്ട്. വെയിറ്റ് ലൈറ്റ് ഇത് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ബൾക്കി ആൻഡ് ഹെവി ആണ്. ഡ്രിഫ്റ്റ് ഇല്ല പക്ഷേ ഡയറക്റ്റ് കപ്ലിംഗിൽ ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ട്. ഹമ്മ ഇവിടെ ട്രാൻസ്ഫോമർ കപ്ലിംഗിലുണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് audio small signal amplifier used in record players, tape recorders, public address system, radio receivers and television receiver. It used in amplifier where impedance matching is an important criteria used in the output stage of the public address system to match the impedance of loudspeaker used in the RF amplifier stage of the receiver as a tuned voltage amplifier. Direct coupling ഉപയോഗിക്കുന്നത് used in amplification of slow varying parameters and where DC amplification is required. അടുത്ത question, which of the following transistor can be used in enhancement mode? Enhancement മോഡിൽ ഉപയോഗിക്കുന്നത് ട്രാൻസിസ്റ്റർ NPN ട്രാൻസിസ്റ്റർ ആണോ, UJT ആണോ, JFET ആണോ, MOSFET ആണോ? അപ്പോൾ ഇതിൽ നമുക്കറിയാം ട്രാൻസിസ്റ്ററിനൊന്നും മോഡില്ല. JFET ഉള്ളത് ഡിപ്ലീഷൻ മോഡാണ്. മോസ്ഫെറ്റിനാണ് എൻഹാൻസ്മെന്റ് മോഡുള്ളത്. അപ്പോൾ ആൻസർ മോസ്ഫെറ്റ് ആണ് വരുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, as compared to oscillator, inverter provides. ഓസിലേറ്ററും ഇൻവെർട്ടറും കമ്പയർ ചെയ്യുമ്പോൾ ഇൻവെർട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഹൈ ഫ്രീക്വൻസി ഔട്ട്പുട്ട് ആണോ, ഹൈ സ്റ്റെബിലൈസ്ഡ് ഔട്ട്പുട്ട് ആണോ, ലോ ഫ്രീക്വൻസി ഔട്ട്പുട്ട് ആണോ, ഡിസ്റ്റോർഷൻലെസ് ഔട്ട്പുട്ട് ആണോ? അപ്പോൾ അതിൻ്റെ ആൻസർ ഓസിലേറ്ററും ഇൻവെർട്ടറും കമ്പയർ ചെയ്യുമ്പോൾ ഇൻവെർട്ടർ ലോ ഫ്രീക്വൻസി ഔട്ട്പുട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനറലൈസ്ഡ് ടേം ഫോർ ആൻ ആക്റ്റീവ് സർക്യൂട്ട് ദാറ്റ് പ്രൊഡ്യൂസസ് എ പീരിയോഡിക് വേവ് ഫോം. സാധാരണ വേവ് ഫോം ഉണ്ടാക്കുന്ന സർക്യൂട്ടിനെയാണ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഇൻവെർട്ടർ ഈസ് എ സ്പെഷ്യലൈസ്ഡ് ടേം ഫോർ എ സിസ്റ്റം ദാറ്റ് കണ്ടെയ്ൻസ് ആൻ ഓസിലേറ്റർ ആൻഡ് പ്രൊഡ്യൂസസ് ലാർജ് എമൗണ്ട് ഓഫ് പവർ ഫ്രം എ സോഴ്സ്. അപ്പം ലാർജ് എമൗണ്ട് ഓഫ് ഓസിലേറ്റർ ഉണ്ടാവും, അതിൻ്റെ കൂടെ ലാർജ് എമൗണ്ട് ഓഫ് പവർ ഉണ്ടാക്കുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ക്ലാസ് B ആംപ്ലിഫയർ ദ കളക്ടർ കറണ്ട് ഫ്ലോസ് ഡ്യൂറിങ് ഹാഫ് ഓഫ് ദ ഇൻപുട്ട് സൈക്കിൾ ആണോ, ലെസ് ദാൻ ഹാഫ് ഓഫ് ഇൻപുട്ട് സൈക്കിൾ ആണോ, കംപ്ലീറ്റ് ഇൻപുട്ട് സൈക്കിൾ ആണോ, മോർ ദാൻ ഹാഫ് ഓഫ് ഇൻപുട്ട് സൈക്കിൾ ആണോ? അപ്പോൾ ക്ലാസ് B ആംപ്ലിഫയറിൽ ഓപ്ഷൻ എ ആണ് ആൻസർ വരാം. ഹാഫ് ഓഫ് ദ ഇൻപുട്ട് സൈക്കിൾ ആണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 4 ആംപ്ലിഫയർ ഉണ്ട്. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് എ ബി. അതിൽ ക്ലാസ് എ കംപ്ലീറ്റ് സൈക്കിളിനെയും കടത്തിവിടും, 360 ഡിഗ്രിയാണ്. ക്ലാസ് ബി ഹാഫ് ആണ്, 180 ഡിഗ്രി. സി എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 90 ഡിഗ്രീനെ പാസ് ചെയ്യുള്ളൂ. എ ബി 180ൻ്റെയും 360ൻ്റെയും ഇടയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത് ലോഡ് ലൈനിൻ്റെ സെൻറ്ററിലാണ് അവിടെ വരിക. ഇത് എക്സ് ആക്സിസിലാണ് ഉണ്ടാവുക. ഇത് ബിലോ എക്സ് ആക്സിസ് ആണ്. ഇത് ഇൻ ദ ആക്സിസ് ബിറ്റ്വീൻ എക്സ് ആക്സിസ് ആൻഡ് സെൻറ്റർ ഓഫ് ലോഡ് ലൈൻ ആണ് എ ബിൻ്റെ ലോഡ് ലൈൻ ഉണ്ടാവുക, ക്യൂ പോയിന്റ് ഉണ്ടാവുക. ഇതിൻ്റെ എഫിഷ്യൻസി 25 to 30 ആണ്. ഇത് 70 to 80 ആണ്. ഇത് ഹയർ ദാൻ 80 ആണ്. ഇതിൻ്റെ എഫിഷ്യൻസി 50 to 70% ഇടയിലാണ്. സിഗ്നൽ ഡിസ്റ്റോർഷൻ നൺ ഇഫ് കറക്റ്റ്ലി ബയാസ്ഡ്. ഡിസ്റ്റോർഷൻ ഒന്നുമില്ല. അത് എക്സ് ആക്സിസ് ക്രോസ് ഓവർ പോയിന്റിലെ ഡിസ്റ്റോർഷൻ ഉണ്ട്, ലാർജ് എമൗണ്ടിലെ ഡിസ്റ്റോർഷൻ ഉണ്ട്, ഇതിൽ സ്മോൾ എമൗണ്ടിൽ ഡിസ്റ്റോർഷൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ AC ഇൻഡക്റ്റീവ് സർക്യൂട്ട് കണ്ടൻസർ ഈസ് യൂസ്ഡ് for keeping power factor constant, for decreasing the power factor, for improving the power factor, none of this. അപ്പോൾ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ നമ്മൾ കണ്ടൻസർ അതായത് കപ്പാസിറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ കപ്പാസിറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ സി, ഫോർ ഇംപ്രൂവിങ് ദ പവർ ഫാക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ സോളിഡ്സ് ദ ഫ്ലോ ഓഫ് കറണ്ട് ഇസ് ഡ്യൂ ടു. ഫ്ലോ ഓഫ് കറണ്ട് എന്തുകൊണ്ടാണ്? ആറ്റം കൊണ്ടാണോ, ഇലക്ട്രോൺസ് കാരണമാണോ, ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ് കൊണ്ടാണോ, നൺ ഓഫ് ദിസ് ആണ്. അപ്പോൾ ഇതിൽ ഫ്ലോ ഓഫ് കറണ്ട് ഉണ്ടാകുന്നത് ഇലക്ട്രോൺസ് കാരണമാണ്.